ലൈഫ് പാർട്ട്ണർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണം. ഇപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണർക്ക് നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കരുത്. ഞാൻ ആണ് പെണ്ണ് നല്ല കേട്ടോ പറയണത്. ആരായാലും ഇപ്പോൾ പാർട്ട്ണർക്ക്, അടുത്ത പാർട്ട്ണർക്ക് എത്രയോ വീട്ടിൽ ആണുങ്ങൾ വെറുതെ ഇരിക്കണവരുണ്ട്. അവർക്കും സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് നാളെ അവരുടെ ഫ്രണ്ട്സിന് വേണ്ടി കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ മദറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് വന്ന് ബ്രെഡ് വിന്നറോട് വന്ന് കാല് പിടിച്ചിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ നിങ്ങൾ കൊടുക്കരുത്. അപ്പോൾ ഡിവോഴ്സുകളൊക്കെ ഉള്ള സമയത്ത് അവരുടെ ആ പൈസ കിട്ടുന്ന സമയത്തൊക്കെ അവരനുഭവിക്കുന്ന ഒരു ടെൻഷനും ശരിക്കും അവരുടെ ഒരു റെസ്പെക്റ്റ് ചില ടൈമിൽ പൈസ നമ്മൾ പെൺകുട്ടികൾ ഹസ്ബൻഡിനോട് പോയി ചോദിക്കുന്നത് അവരൊരു ബഹുമാനത്തിൻ്റെ കാശാണ്, അല്ലാതെ അവർ ഈ കാശിന് ഗ്രീഡായിട്ട് ചോദിക്കണതല്ല. ഫാമിലി എന്ന് പറഞ്ഞൊരു ടീമാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പാർട്ട്നേഴ്സാണ്. നമ്മൾ ഈ പാർട്ട്നേഴ്സ് പറയുമ്പോൾ എല്ലാവർക്കും താല്പര്യമാണ്. ഒരാൾ വളരെ നല്ല മനസ്സോടെ പറയാണ് ഞാൻ പാർട്ട്ണറായിട്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ മറ്റയാളെ സംബന്ധിച്ച് ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. ഹി ഓർ ഷീ ഷുഡ് ബി റൈസ് അപ്പ് ടു ദാറ്റ് ലെവൽ. പക്ഷേ ഇഫ് വി നൗ മൂവ് ഓൺ ടു ദ ഫാമിലി യൂണിറ്റ് ആസ് എ യൂണിറ്റ്, അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് മണി മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്ലാനിങ് ബിറ്റ്വീൻ ഒരു ഹസ്ബൻഡിൻ്റെ റോൾ, വൈഫിൻ്റെ റോൾ, കുട്ടികളുടെ റോൾ, അതിലേക്കൊന്ന് കടന്നാലോ? ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഫാമിലി ഇഷ്യൂസ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഫാമിലി ഫുള്ളി ഇൻവോൾവ് ആയിരിക്കണം നല്ലതാണ് പൈസ മാനേജ് ചെയ്യുന്ന ടൈമിൽ. ഈവൻ അടുത്ത സ്പൗസ് ജോലിയുള്ള ആണെങ്കിലും ജോലി ഇല്ലാത്ത ആളാണെങ്കിലും പൈസ കാര്യത്തിൽ എല്ലാവരും ഒന്ന് ഇൻവോൾവ് ആവണം നല്ലതാണ്. അപ്പോൾ ഇഷ്യൂസ് വരുന്നത് രണ്ടുപേരും തമ്മിലൊരു മാച്ചിങ് ഇല്ലാത്തൊരവസ്ഥ. ഒരാൾ ബ്രെഡ് വിന്നറും മറ്റേ ആൾ ബ്രെഡ് വിന്നറല്ല, അവർക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു ക്ലൂ ഇല്ല, അല്ലെങ്കിൽ ഒരു താല്പര്യമില്ല, ഡിഫറെൻറ്റ് വാല്യൂസ് വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ ഇതൊരു ടീമായിട്ട്, ഫാമിലി എന്ന് പറഞ്ഞൊരു ടീമാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പാർട്ട്നേഴ്സാണ്. നമ്മൾ ഈ പാർട്ട്നേഴ്സ് പറയുമ്പോൾ എല്ലാവർക്കും താല്പര്യമാവും. പക്ഷേ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. കാരണം ഇപ്പോൾ രണ്ട് വിധത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരാൾ ഡോമിനൻറ്റും ഒരാൾ അത്രയധികം ഡോമിനൻ്റ് അല്ലാത്ത ആൾക്കാരായിരിക്കും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുണ്ടാവുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പാർട്ട്ണർ ആവണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡോമിനൻ്റ് ഹസ്ബൻഡിന് അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ആൾക്ക് വിചാരിക്കും ഇത് വേണോ. പക്ഷേ ഒരാൾ വളരെ നല്ല മനസ്സോടെ പറയാണ് ഞാൻ പാർട്ട്ണറായിട്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ മറ്റയാളെ സംബന്ധിച്ച് ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. ഹി ഓർ ഷീ ഷുഡ് ബി റൈസ് അപ്പ് ടു ദാറ്റ് ലെവൽ. അപ്പോൾ ആ ലെവലിൽ പലരും എത്തിപ്പെടാൻ പറ്റാറില്ല. അപ്പോൾ ആ ക്ലാഷാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നത് ബുദ്ധിമുട്ടായിട്ട് സംഭവിക്കുന്നത്. ഒരാൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, ഒരാൾ ഭയങ്കര പേടിയുള്ളവരായിരിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് ആസ് എ ഫാമിലി ഇവർക്ക് എല്ലാ അസറ്റുകളും കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലിക്കകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വർക്ക് ചെയ്യുന്ന സ്ത്രീകളും വർക്ക് ചെയ്യാത്ത സ്ത്രീകളും ഇവരുടെ സൈക്കിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. ഹൗ ദേ സീ മണി ആൻഡ് ഹൗ ദേ ഹാൻഡിൽ മണി, രണ്ടിലും വ്യത്യാസം ഉണ്ടായിരിക്കും. നിഖിലിൻ്റെ എക്സ്പീരിയൻസിൽ വാട്ട് ഹാവ് യു നോട്ടിസ്ഡ് ആസ് ടു ഈ വർക്കിംഗ് വിമൻ ഉള്ള ഒരു സിറ്റുവേഷനിലും വർക്കിംഗ് അല്ലാത്ത സ്ത്രീകളിൽ എവിടെയാണ് അവിടെ ഒരു എന്താ പറയുക ഒരു ഡിഫറൻസ് ഉണ്ടാവുക ഇൻ ദ വെൽബീങ്, ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദ ഫാമിലി? ഇത് ഫിനാൻഷ്യൽ ഹെൽത്തിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചില ടൈമിൽ ഞാൻ വർക്കിംഗ് വുമണിനെ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ ഞാൻ ഓഫീസിലും പണിയെടുക്കുന്നുണ്ട്, വീട്ടിലും പണിയെടുക്കുന്നുണ്ട്, എനിക്കിനി പൈസ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ ഒരു ആൾക്കാർ. അവരൊട്ടും പറയണല്ല. അപ്പോൾ അവർ പറഞ്ഞ കാര്യം വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യണമല്ലോ, എനിക്ക് കാശ് കിട്ടണമല്ലോ, എനിക്ക് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന പൈസ മൊത്തം അടിച്ചു പൊളിച്ച് തീരണ ഒരു ടൈപ്പ് ഓഫ് വുമൺ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഈവൻ ഇപ്പോൾ NRIs ആയിട്ടുള്ള നല്ല ഇൻകം കിട്ടുന്ന സ്ത്രീകളടുത്ത് മാത്രം ഞാൻ വർക്ക്ഷോപ്പിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം വെച്ചാൽ എനിക്ക് വീട്ടിൽ വരുമ്പോൾ നാട്ടിൽ വരുമ്പോൾ അടിച്ചു പൊളിക്കണം, കാരണം എൻ്റെ അടുത്ത് ഈ കാശ് മൊത്തമുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചോദ്യത്തിലുള്ളൂ ഇപ്പോൾ വല്ല കാശ് കയ്യിലുണ്ടാകുന്ന വെച്ചപ്പോൾ അടുത്ത വെക്കേഷനുള്ള കാശേ ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ചെയ്തതെന്നതിൻ്റെ കാര്യം വെച്ചാൽ ഇവർ നാട്ടിൽ വരുമ്പോൾ അടിച്ചു പൊളിച്ച് മൊത്തം പൈസ തീരുന്നു. അപ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കാൻ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ കാര്യം വെച്ചാൽ ശരിയാണ്, ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് പകുതി പൈസയെങ്കിലും കയ്യിലിരുന്നേനെ. ആ പകുതി പൈസ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാശാണ്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി വർക്കിംഗ് വുമണിൻ്റെ ഉണ്ട്. ചില ആൾക്കാരുടെ ഗുണം വെച്ചാൽ ഇപ്പോൾ വർക്ക് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു സെറ്റ് ഓഫ് ആളുകൾ ഭയങ്കര ഇഗ്നോറൻ്റ് ആയിരിക്കും. അവരെപ്പോഴും ഹസ്ബൻഡിൻ്റെ പൈസ എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. പക്ഷേ ചില ആൾക്കാരെന്ന് വെച്ചാൽ വർക്കിംഗ് വുമൺ ആണോ നോൺ വർക്കിംഗ് വുമൺ ആണോ എന്നുള്ളതല്ല, ഇതെൻ്റെ ഫാമിലിയുടെ കാശാണ്, അതെനിക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം എന്നുള്ളൊരു
ഒരു മെച്യൂരിറ്റിയിൽ അവർ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം മറുവശത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ജോലിയുള്ള സ്ത്രീകൾ, ഇൻഫാക്ട് ഹസ്ബൻഡ്സിനെക്കാളും ഏൺ ചെയ്യുന്ന സ്ത്രീകൾ. എനിക്ക് തന്നെ അറിയാം, എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ് ഉണ്ട്, ഹസ്ബൻഡ് എന്നും രാവിലെ 30 രൂപ ബാഗിലെടുത്ത് വെക്കുകയായിരുന്നു. അവരുടെ ഡേ ടു ഡേ ചെലവിന് 30 rupees. This was about 10-15 years ago. അപ്പോൾ അവർ ദോ ഷി വാസ് ഏർണിംഗ് പ്രോബ്ലി ഈവൻ മോർ ദാൻ ആ ഹസ്ബൻഡ്. അപ്പോൾ അത്രയും പോലും ഫൈനാൻഷ്യൽ ആക്സസോ പവർ ഇല്ലാത്ത സ്ത്രീകളും ഒത്തിരി പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഈവൻ ഇഫ് ദേ ആർ വർക്കിംഗ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഹൗ ഡസ് എ വുമൻ എംപവർ ഹെർ സെൽഫ് ഫൈനാൻഷ്യലി? അത് ശരിക്കും ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്ന് അവനവൻ്റെ പൈസ മാനേജ് ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ജോലി കിട്ടുമ്പോഴും ഈ പൈസ ഹസ്ബൻഡിനെ കൊണ്ട് ഏൽപ്പിക്കണം. എത്രയോ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെന്ന് അറിയോ, ഇവർ ജോലി ചെയ്തിരുന്ന സമയത്ത് എല്ലാ പൈസയും ഹസ്ബൻഡിനെ കൊണ്ട് കൊടുക്കും. ആ പൈസ മൊത്തം തീർന്നു, റെൻറ്റ് കൊടുത്തും അതും കൊടുത്തും എല്ലാവരും കാശ് കൊടുത്തിട്ട്. എന്നിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആവുന്ന ടൈമിൽ ആക്ച്വലി സ്പീക്കിംഗ് ആ പെൺകുട്ടിയുടെ അടുത്ത് 10 പൈസ ഇല്ല. എന്നിട്ട് ഹസ്ബൻഡിൻ്റെ പൈസയ്ക്ക് വേണ്ടി കോടതിയുടെ പുറകെ നടക്കും. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി ആ ജോലി ചെയ്തിരുന്ന കാശ് അതിൻ്റെ പകുതി പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കുട്ടിക്ക് ഹസ്ബൻഡിനോട് പൈസ ചോദിക്കണ്ട, താങ്ക് യു ട്ടാ ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോകാം. അപ്പോൾ അത് പോകാനായിട്ടുള്ള വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പലപ്പോഴും നമ്മൾ ബൈ ഡീഫാൾട്ട് ചില ടൈമിലത്തെ ചില വീട്ടുകളിൽ ചില പെൺകുട്ടികളുടെ അഭിമാനത്തിൻ്റെ വിഷയമാണ് ആ വീട്ടിലെല്ലാ പണിയും ചെയ്യണത്. അപ്പോൾ ആ എല്ലാ പണിയും ചെയ്യുന്ന ടൈമിൽ ഇവരുടെ പൈസ മാനേജ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇത് പറ്റില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞതല്ല. അപ്പോൾ ഒന്ന് ടേക്ക് ഓണർഷിപ്പ് ഓഫ് യുവർ ലൈഫ്. ടേക്ക് ഓണർഷിപ്പ് ഓഫ് യുവർ മണി, ടേക്ക് ഓണർഷിപ്പ് ഓഫ് യുവർ ലൈഫ്. ലൈഫിൽ മണിയും പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അല്ല, എനിക്ക് കാരണം ഞാനിതിന് പൈസനെയും മണി ഇതിനൊന്നും ഞാൻ തിരിച്ചു കാരണം ലൈഫിൽ എന്താ വേണ്ട, യു ഷുഡ് ബി ഹാപ്പി, റൈറ്റ്? ഇപ്പോൾ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ മണി ഹാസ് എ ബിഗ് റോൾ ടു പ്ലേ. ഞാൻ പറഞ്ഞു മണി ഈസ് നോട്ട് എവറിത്തിങ്, പക്ഷേ മണി ഈസ് എ ടൂൾ യു നീഡ് ഫോർ ദാറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഡൈലമയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഞാനതൊരു തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹസ്ബൻഡിനും വൈഫിനും എപ്പോഴും സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് വേണം എന്നുള്ളത്. ഇപ്പോൾ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് വേണം, അതോടൊപ്പം തന്നെ ഒരു ജോയിൻ്റ് അക്കൗണ്ടും വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ഫാമിലിയുടേതാണ്. കുറേ കാര്യം ഇപ്പോൾ ചില ടൈമിൽ ഒരു പെൺകുട്ടിക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കും. ഞാൻ ആർക്കാണ് ഒരു കാര്യം, ഇപ്പോൾ ഹസ്ബൻഡിനായാലും ഇയാൾക്കായാലും വൈഫിനായാലും ഒരു കാര്യം, ഒരു ബൈക്ക് ട്രിപ്പ് പോകണം, അത് വൈഫിന് അത് പോയിട്ട് വൈഫിൻ്റെ സമ്മതം ചോദിക്കുക, കാശ് ചോദിക്കേണ്ട ആവശ്യമില്ല. അതേമാതിരി ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് പെൺകുട്ടിക്ക് ദുബായിൽ പണ്ടത്തെ അലൂമിനി പോലുള്ള ഫ്രണ്ട്സായിട്ട് പോകണം, അത് ഹസ്ബൻഡിൻ്റെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല. ഷീ ഷുഡ് ബി കേപ്പബിൾ ടു ഡു ദാറ്റ്. അപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻസ് അവനവൻ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഈ കോമൺ പൂൾ ഉണ്ടല്ലോ ഫോർ ദ ഫാമിലി, അത് എത്ര പെർസെൻറ്റേജ് ഓഫ് യുവർ ഇൻകം ആയിരിക്കണം ഐഡിയലി? അതായത് ഹസ്ബൻഡും വൈഫും ഏൺ ചെയ്യുകയാണ്. അല്ല, ഹസ്ബൻഡും വൈഫ് ഏൺ ചെയ്യണം. നമ്മൾ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, ഒരു ഫാമിലിക്കുള്ള റിക്വയർമെൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഫാമിലിക്ക് കുട്ടികളുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട്, കുട്ടികളുടെ കല്യാണമുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു സപ്പോർട്ട് കിഡ്സ് മാരേജ്, പിന്നെ നിങ്ങളുടെ ഓൺ റിട്ടയർമെൻ്റ് ഉണ്ട്, നിങ്ങളുടെ വീട് വെക്കാനുണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഫാമിലി റിക്വയർമെൻറ്റാണ്. ഇതിന് നമ്മൾ മാസം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എത്ര രൂപ വേണമെന്ന് കണ്ടെത്താം. ആ പൈസയാണ് കോമൺ പൂളിൽ നിൽക്കേണ്ടത്. ഇനി ബാക്കിയുള്ള പൈസ, എനിക്ക് ഒരു ഹിമാലയ ടൂർ പോകണം, അല്ലെങ്കിൽ വൈഫിന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അവർക്കൊരു സ്വന്തമായിട്ട് ബുക്ക് എഴുതണം, അതിനൊരു കുറച്ച് പൈസ വേണം, പബ്ലിഷ് ചെയ്യാനായിട്ട് പൈസ വേണം. ഇതെല്ലാനും ഷീ ക്യാൻ പൂൾ ഇൻ ഹെയർ ഓൺ തിങ്ങിനോ. പിന്നെ പ്രൊവൈഡഡ് എല്ലാവർക്കും എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം. ഫാമിലിക്ക് എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം, ഇവർക്കൊരു എമർജൻസി ഫണ്ട്. ഈ എമർജൻസി ഫണ്ട് വെച്ചാൽ വലിയ പൈസ ഒന്നുമല്ല. എനിക്കിപ്പോൾ കുറച്ചാൾ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ പറഞ്ഞു വെച്ചാൽ എനിക്കിഷ്ടമുള്ളപ്പോൾ ബ്രേക്ക് എടുക്കുന്നു. അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് എപ്പോഴും ഉപയോഗിക്കാനുള്ള പൈസ കുറച്ച് വേണം. ആ കുട്ടിക്ക് എമർജൻസി ഫണ്ട് എന്നുള്ള പേര് പോലും കണ്ടിട്ടില്ല, പക്ഷേ എപ്പോഴും ബാങ്കിന് 5 ലക്ഷം രൂപ കയ്യിലുണ്ടാവും. ഈ 5 ലക്ഷമാണ് അവരുടെ ധൈര്യം. കാരണം എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഇന്ന് ബോറടിച്ച് കഴിഞ്ഞാൽ ഞാൻ മലേഷ്യയിലും കണ്ടാണ് ജോലി രാജിവെക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ഹെർ എമർജൻസി ഫണ്ട്, ബേസിക്കലി സേവിങ് ഫോർ എ റെയിനി ഡേ. അത് റെയിനി ഡേ. അപ്പോൾ ഇത് ഈ പേരുകളൊക്കെ നമ്മളിട്ട് വിളിക്കുന്നതാണ്, പക്ഷേ ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെല്ലാ അമ്മമാർക്കും ഈ റെയിനി ഡേ ഉണ്ട്. ഇതൊന്നും എനിക്ക്, കാരണം അവർക്കൊക്കെ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്ന ടൈമിൽ ദേ വെർ സെൽഫ് സഫിഷ്യൻറ്റ് ഫോർ ഓൾ ദീസ് തിങ്സ്. അതുപോലെ വേറൊരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച, ഈയിടയ്ക്ക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഡയറക്ടർ സംബഡി സെഡ് കി എല്ലാ വൈഫ്സിനും ഒരു സാലറി കൊടുത്തിരിക്കണം, ദാറ്റ് ദേ ഷുഡ് ഹാവ് എ മന്ത്ലി സാലറി. കാരണം ഇതൊരു റിയാലിറ്റിയാണ്. നിഖിലിൻ്റെ ഫാമിലി സിറ്റുവേഷൻ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, ഐ നോ, ബട്ട്
ബാക്കി എത്രയോ ഫാമിലീസിലുണ്ട് പെണ്ണുങ്ങൾ ജോലി വിട്ടിട്ട് വർഷങ്ങളോളം കുട്ടികളെ വളർത്താനും എല്ലാത്തിനും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഭർത്താക്കന്മാർ ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, നീ എന്ത് ചെയ്തു ഇത്രയും വർഷം? ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മുന്നിൽ പലപ്പോഴും സ്ത്രീകളുടെ മുന്നിൽ വരാറുണ്ട്. ദാറ്റ് ഈ ഒരു കോൺട്രിബ്യൂഷൻ ആസ് മാൻ പവർ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് കീപ്പിംഗ് ദ ഫാമിലി ആൻഡ് റേസിംഗ് ദ ചിൽഡ്രൻ ആൻഡ് ലുക്കിംഗ് ആഫ്റ്റർ ദ ഹൗസ് ഹോൾഡ്, അതിനൊരു വാല്യൂ ഇല്ല. സോ ഡു യു അഗ്രി വിത്ത് ദിസ് ഐഡിയ ഓഫ് a salary being paid to the wife so that she's also empowered within the unit? ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇതെല്ലാവരും ഒരു വീട്ടിലെ കെമിസ്ട്രി അനുസരിച്ചിരിക്കും. എനിക്ക് എവിടെ തുടങ്ങണം എന്നറിയില്ല. കാരണം ഇതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാർ എല്ലാവരും ഓർമ്മ വരും, എൻ്റെ അപ്പനെ എല്ലാവരും ഇത് പറയുമ്പോൾ. കാരണം ഒന്നാമത്തെ കാര്യം, അവർക്ക് ഇപ്പോൾ ജോലിയില്ലാത്ത വൈഫിനാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ഷുഡ് ഹാവ് എ പോക്കറ്റ് മണി ആൻഡ് വിത്തൗട്ട് ആസ്കിങ് എന്ന് വെച്ചാൽ ഇത് എന്തിന് ചിലവാക്കണു, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു പൈസ വൈഫിന് പോയിരിക്കണം. അത് സാലറി ആണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഷീ ഷുഡ് ബി എംപവേർഡ് ഇനഫ് ടു ടേക്ക് എ ഫിനാൻഷ്യൽ ഡിസിഷൻ ഹെർ ഓൺ. ഈ പറഞ്ഞ അതിൽ വേറെ നോ ക്വസ്റ്റ്യൻസ്. പെർസെൻറ്റേജ് ഒന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ കെമിസ്ട്രി, ദാറ്റ്സ് ഓൾ. ഒരിക്കലും വർക്ക് ചെയ്യാത്ത ഒരാൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു സ്ഥാനമുണ്ട്. ആ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. അവർക്ക് ഒരു പൈസ ഫ്രീ ആയിട്ട് ചിലവാക്കാനുള്ള ഒരു പോക്കറ്റ് മണി അവരുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അത് മാസമായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ പറ്റുന്നത് വെച്ചാൽ, ഒരു ഡിവോഴ്സിലേക്ക് ഏതെങ്കിലും വെഡിങ്സ് ഒരു മാരേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തെ സ്ത്രീകൾ വളരെയധികം കോർണേർഡ് ആവുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം ഒരു ഹോം മേക്കർ ആണെങ്കിൽ അവർ കംപ്ലീറ്റ്ലി കോർണേർഡ് ആയി പോകും. കാരണം അവർക്ക് ഫിനാൻഷ്യലി ഒരു രീതിയിലും ഒരു എക്സിറ്റ് റൂട്ടില്ല. ഇത് ശരിക്കും ഇത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് പലപ്പോഴും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര വിഷമത്തോടെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഞാനിത് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മനെയും അമ്മൂമ്മനെയും പിന്നെ എൻ്റെ മേമ്മമാരെയും അമ്മായിമാരെയും ഇവരെയൊക്കെ വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. പക്ഷേ അതോടൊപ്പം എൻ്റെ ഫാമിലിയിൽ ഞാൻ ഡിവോഴ്സുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡിവോഴ്സുകളൊക്കെ ഉള്ള സമയത്ത് അവരുടെ ആ പൈസ കിട്ടുന്ന സമയത്തൊക്കെ അവരനുഭവിക്കുന്ന ഒരു ടെൻഷനും ശരിക്കും അവരുടെ ഒരു റെസ്പെക്റ്റ് ചില ടൈമിൽ പൈസ നമ്മൾ പെൺകുട്ടികൾ ഹസ്ബൻഡിനോട് പോയി ചോദിക്കുന്നത് അവരൊരു ബഹുമാനത്തിൻ്റെ കാശാണ്, അല്ലാതെ അവർ ഈ കാശിന് ഗ്രീഡായിട്ട് ചോദിക്കണതല്ല. കാരണം ചിലപ്പോൾ ഒരു എൻജിനീയറിങ് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു PG കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹസ്ബൻഡിനേക്കാളും കഴിവുള്ള കുട്ടിയായിരിക്കും എഡ്യൂക്കേഷൻ വൈസ്. അവർ ഈ ഫാമിലിനെ ഉറപ്പിക്കാൻ വേണ്ടി വീട്ടിലിരുന്നിട്ട് ആ പയ്യന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് കുട്ടികളെ നോക്കി ഇരുന്നിട്ടുള്ള സ്ത്രീയാണ്. അപ്പോൾ അവരുടെ കരിയറിൽ അവർ ഗംഭീരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അവർ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് മനസ്സിലാക്കിയേ പറ്റൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ആ ഹസ്ബൻഡിൻ്റെ ഒരു കഴിവാണത്. ഡിവോഴ്സ് ആവേണ്ടത്. പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു കഴിവ് വേണ്ടേ, നമുക്ക് വേണ്ടി അവരെന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ തല്ലുപിടിച്ച് നമ്മൾ പിരിയാണ്. പക്ഷേ ഇതൊരു പിരിയണ ടൈമിലായാലും എനിക്കൊരു മാന്യതയില്ലേ, എനിക്ക് വേണ്ടിയിട്ട് അവരെന്തോ ചെയ്തതെന്ന് കാണാനുള്ള ആ ഈഗോ വിട്ടേക്ക്. അതൊക്കെ ഓരോ ആണുങ്ങളനുസരിച്ചിരിക്കും. അത് ഞാനൊന്നും പറയണില്ല. എൻ്റെ അഭിപ്രായത്തിൽ ആണെന്ന് പറഞ്ഞാൽ പൗരുഷം എന്ന് പറഞ്ഞാൽ നട്ടല്ലോ ഒന്നുമല്ല. ഇത് മനസ്സിലാക്കാനുള്ള കഴിവാണ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഇപ്പോൾ ചിലർ പറയും ആണെന്ന് പറഞ്ഞ് ജയിച്ച് കാണിക്കാനുള്ള മാൻലിനെസ്സാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാന്യമായി. എനിക്ക് തോന്നുന്നു അങ്ങനെ മാന്യമായിട്ട് നിൽക്കുന്ന ഹസ്ബൻഡാണെങ്കിൽ ആ പെൺകുട്ടി വിട്ടുപോകാനും ചാൻസ് ഇല്ല. ആക്ച്വലി ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഇത് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ജോലി ചെയ്യുന്ന സ്ത്രീ ആണെങ്കിലും അല്ലെങ്കിലും ബീങ് എംപവർഡ് ഫിനാൻഷ്യലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നൊരു കാര്യമുണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഇത് രണ്ടും എനിക്കൊന്ന് നിഖിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫോർ മൈ വ്യൂവേഴ്സ് ആൻഡ് ഫോർ മീ പേഴ്സണലി ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേഴ്സസ് ഫിനാൻഷ്യൽ ഫ്രീഡം ഡിഫറൻസ് എന്താണ്? അല്ല, ഇതിലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടിൻ്റെ എനിക്കെപ്പോഴും എല്ലാവരും ഒന്ന് തന്നെ. പക്ഷേ ഞാൻ ഇപ്പോൾ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കാറിൽ പെട്രോൾ അടിക്കുന്നു. ആ സമയത്ത് ഞാൻ പെട്രോളിന് എത്ര കാശാവുന്നു തിങ്ക് ചെയ്യരുത്. അടുത്ത പ്രാവശ്യം കാർ എടുത്ത് ഞാൻ വണ്ടി ഓടിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കുറച്ച് ദൂരം ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന ടൈമിൽ, ആ ടൈമിൽ എനിക്ക് ചിന്തിക്കാൻ പാടില്ല എൻ്റെ പെട്രോൾ ബില്ല് എത്രയാവുന്നുള്ളത്. അതിനുള്ളൊരു മൈൻഡ് സ്പേസാണ് എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. എനിക്ക് എന്തെങ്കിലും ചെയ്യുന്ന ടൈമിൽ, ഒരാളെ സഹായിക്കുന്ന ടൈമിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റോട്ടിൽ ഒരാൾ ഇന്ന് കഷ്ടപ്പെടുന്നു. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് അതിപ്പോൾ വേറെ ഡിഫറെൻറ്റ് വ്യൂ ആണ്. അവർക്ക് പൈസ കൊടുക്കും, ഇപ്പോൾ ഭിക്ഷ എടുക്കാൻ വരുന്നവർക്ക് പൈസ കൊടുക്കണോ ഇല്ല എന്നുള്ളത്. അത് നമ്മളിപ്പോൾ കുറേ സോഷ്യൽ മീഡിയയിൽ കണ്ടതില്ല, അത് വേറെ വ്യൂ ആണ്. പക്ഷേ അത് വേറെ കാര്യമാണ്. പക്ഷേ എന്നാലും ഒരാൾക്കൊരു വിഷയമാണ് എനിക്ക് സഹായിക്കണം.
എനിക്ക് മനസ്സിന് വിഷമമായി സഹായിക്കണം. ആ ടൈമിൽ എനിക്ക് ആലോചിക്കാൻ പാടില്ല എൻ്റെ അടുത്ത ബില്ല് എന്തോ എന്നുള്ളത്. ആ ഒരു സ്വാതന്ത്ര്യത്തിനാണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളിനി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലൊക്കെ പറയണത് എനിക്ക് വാക്കുകൾ എന്താണെന്നതിനേക്കാൾ ഒരു ഇൻഡിപെൻഡൻസ് പറഞ്ഞാൽ എൻ്റെ മകൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോയി പഠിക്കണം എന്ന് പറയുന്ന ടൈമിൽ എൻ്റെ മകളോട് എനിക്ക് പറയേണ്ടത് അച്ഛൻ്റെ അടുത്ത് കാശില്ല എന്ന് പറഞ്ഞത്. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് വരാൻ പാടില്ല. അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവളെ അങ്ങേർക്ക് ആ എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആ കുട്ടി വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ജോലി ചെയ്ത് പഠിക്കട്ടെ എന്ന്. പക്ഷേ ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഇപ്പം എൻ്റെ ഈ മോനിപ്പോൾ ജനിച്ച ടൈമിൽ അച്ഛൻ കുറച്ച് സ്വർണം കൊണ്ടു തന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് ഒരു കാര്യം ഉണ്ടായില്ല കൊണ്ട് ഞാനതിനും ഇതിനേക്കാളും മുന്നേ തന്നെ ഞാൻ പറഞ്ഞു അത് അരഞ്ഞാണം കൊണ്ട് ഞാനപ്പോൾ മറ്റേ എന്താ പറയുക ചരടുകൊണ്ട് കെട്ടുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ അത് സ്വർണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാമായിരുന്നു കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറയും ഇതെൻ്റെ അവകാശമാണ്, അല്ലാണ്ട് ഞാൻ നിനക്ക് ഇതൊരു ഇമോഷനുണ്ട്. ഇത് എൻ്റെ മോന് കൊടുക്കാൻ എൻ്റെ കൊച്ചുമോന് കൊടുക്കണ സാധനമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും വളരുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് കൊടുക്കാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം എനിക്ക് വേണം. ദാറ്റ്സ് മൈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണം. ഇപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണർക്ക് നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കരുത്. ഞാൻ ആണ് പെണ്ണ് നല്ല കേട്ടോ പറയണത്. ആരായാലും ഇപ്പോൾ പാർട്ട്ണർക്ക്, അടുത്ത പാർട്ട്ണർക്ക് എത്രയോ വീട്ടിൽ ആണുങ്ങൾ വെറുതെ ഇരിക്കണവരുണ്ട്. അവർക്കും സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് നാളെ അവരുടെ ഫ്രണ്ട്സിന് വേണ്ടി കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ മദറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് വന്ന് ബ്രെഡ് വിന്നറോട് വന്ന് കാല് പിടിച്ചിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ നിങ്ങൾ കൊടുക്കരുത്. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കണം. അതിന് എത്ര പെർസെൻറ്റേജ് ആണോ കൊടുക്കേണ്ടത് അത് കൊടുത്ത് വയ്ക്കൂ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഹീ ഷുഡ് ഹാവ് ആക്സസ് ഫോർ യുവർ ബാങ്ക് അക്കൗണ്ട് ടു ടേക്ക് ഇറ്റ്. ആ പൈസ അവർക്ക് എടുത്താലും നിങ്ങളുടെ മറ്റുള്ള ഗോൾ ബേസ് ഇൻവെസ്റ്റിങ്ങിന് എഫക്റ്റ് ആവാനും പാടില്ല. ഇതൊക്കെയുള്ളൂ ഇതിൽ ചെയ്യേണ്ട കാര്യം. ഇതിലെപ്പോഴും നമ്മൾ ചിലവ് മാക്സിമം ചുരുക്കുക. എത്ര രൂപ കയ്യിലുണ്ടെന്നുള്ളതല്ല, എത്ര രൂപ ശമ്പളം ഉണ്ടെന്നുള്ളതല്ല, എത്ര രൂപ ഹൗ മച്ച് യു കീപ്പ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ബേസിക്കലി ഇറ്റ് ഈസ് നോട്ട് ഹൗ മച്ച് യു ഏൺ, ഹൗ മച്ച് യു സേവ്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇത് ഒന്നുകൂടി പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചോദ്യമാണ് ഇത്. നമ്മളിപ്പോൾ എത്ര രൂപയാണ് ഫസ്റ്റ് ഒരാൾക്ക് കിട്ടിയെന്നുള്ളത്. ഇപ്പോൾ ധന്യയുടെ കേസാണെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ പറയണ്ട, പക്ഷേ എന്തായാലും പറഞ്ഞാൽ മതി, എത്ര രൂപയാണ് ഫസ്റ്റ് കിട്ടിയ ശമ്പളം എന്ന്. അത് ഫസ്റ്റ് സാലറി 1200 രൂപയായിരുന്നു. റിട്ടയർ ചെയ്യുന്ന ടൈമിൽ എത്ര കിട്ടിയിട്ടുണ്ടാവും? പറയണ്ട എത്രയാണ് കിട്ടിയുള്ളൂ. അത് എത്ര ടൈംസാണ്? മിനിമം ഒരു 10-20 ടൈംസ് ആയിട്ടുണ്ടാവണം. എന്നിട്ട് എത്ര രൂപ നിങ്ങൾക്ക് ലാസ്റ്റ് സാലറി കിട്ടുന്ന സമയത്ത് സേവ് ചെയ്തിരുന്നു? ഞാൻ ആരോടും കുറ്റസമ്മതം വേണ്ട. ഇത് തന്നെയാണ് എല്ലാവരും അവസ്ഥ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ബ്ലസ്ഡാണ്. ഫസ്റ്റ് സാലറി വേഴ്സസ് ഇന്നത്തെ സാലറി ചിലപ്പോൾ ഒരു 10-20 ടൈംസ് ഉണ്ട്. അത്രയും അനുഗ്രഹം കിട്ടിയിട്ട് നമ്മൾ പൈസയുടെ പിശുക്ക് പറഞ്ഞിരുന്നാൽ എങ്ങനെയിരിക്കും? അപ്പോൾ അത് നമുക്ക് എത്ര രൂപ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത്. ആ ഒരു ഡിസിപ്ലിനാണ് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്വം. അതിന് വേണ്ടിയിട്ട് ഭാര്യനെ കൊണ്ട് ചിലവാക്കിക്കണില്ല, ഭർത്താവിനെ കൊണ്ട് ചിലവാക്കില്ല, അതൊന്നും വേണ്ട. പിന്നെ നല്ലൊരു വീട്ടിലൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. നല്ലൊരു അന്തരീക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണർക്കും സ്വാതന്ത്ര്യം വേണം, അവർ എംപവേർഡ് ആവണം. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഒപ്പത്തിന് കട്ടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ ഒരു ഭാര്യ നമ്മുടെ ഒപ്പമുണ്ട്. ഫിനാൻഷ്യലി ആയാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും നമ്മൾ ഉണ്ടാക്കണ പൈസ ഡബിളായിരിക്കും. അതിന് വേണ്ടിയിട്ട് അവരെ എംപവർ ചെയ്യേണ്ടത് അവരേക്കാൾ ആവശ്യം നമ്മുടേതാണ്. സോ ട്രൂ. നിഖിൽ, കേരളത്തിൽ ഞാൻ സ്പെസിഫിക്കലി കണ്ടിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഗോൾഡിന് നല്ലോണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ്, പിന്നെ ഇക്വിറ്റീസ്, സ്റ്റോക്സ്, അത് എല്ലാവരും ചെയ്യുന്നില്ല. പക്ഷേ ദോസ് ആർ ദ തിങ്സ്. ഇപ്പോൾ ഒരു ജനറിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ വുഡ് യു റേറ്റ് ഈച്ച് ഓഫ് ദീസ്? ലാൻഡിന് നമ്പർ 1 പ്രിഫറൻസ് കൊടുക്കുമോ, അതോ ഗോൾഡിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമോ, അതോ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ്? ഹൗ ഡു യു പ്രയോറിറ്റൈസ്? അത് നീഡ്സ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ്. പ്യൂർലി നീഡ് ബേസ്ഡ് ആണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നീഡ് ബേസ് ആയിട്ട് നമ്മൾ ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ എമർജൻസി ഫണ്ടൊക്കെ ഇല്ലേ, അത് ബാങ്കിലെ സേവിങ്സോ അല്ലാന്നുണ്ടെങ്കിൽ FD ആയിട്ട് ഇരിക്കണം. എപ്പോഴും എടുക്കാൻ സ്വാതന്ത്ര്യമുള്ള FD, ലോക്കിനുള്ള FD അല്ല, അതായിരിക്കണം. ഈവൻ ഗോൾഡ് അങ്ങനെ തന്നെയല്ലേ? ഗോൾഡ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിറ്റ് കാശാക്കാമല്ലോ. അതിലും വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്, എന്ത് ഗോൾഡ് എന്നുള്ളതാണ്. ഇത് നമ്മൾ മേക്കിംഗ് ചാർജസ് ഉള്ള ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ 15% പോയി കഴിഞ്ഞാൽ 85 രൂപ നമ്മുടെ അടുത്തുള്ളൂ. അപ്പോൾ അതിന് 20% അപ്രീസിയേഷൻ വന്നാലേ 5% പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഗോൾഡും ഇതൊക്കെ എല്ലാവരും മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ചെയ്യാം. ഇതിൽ ഒന്നിലും ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലൊന്നും മേക്കിംഗ് ചാർജസോ സെക്യൂരിറ്റി ചാർജസോ ഒന്നുമില്ല, അങ്ങനെ ചെയ്യാം. ഇനി ലാൻഡിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൾക്ക് പൈസ വേണം,
വിൽക്കുന്ന സമയത്ത് നമ്മൾ ബയറെ കണ്ടെത്തണം. ലിക്വിഡിറ്റി ഭയങ്കര കുറവാണ്. നമുക്കിപ്പോൾ ഒരു 10 ഏക്കർ ലാൻഡ്, ഞാൻ ഒരു സ്ത്രീനെ കണ്ടിരുന്നു. അപ്പോൾ അവർ ഡോക്ടറായിരുന്നു ഹസ്ബൻഡ്. ഇവരുടെ അടുത്ത് ഹസ്ബൻഡ് ഒത്തിരി ലാൻഡ് വാങ്ങി വെച്ചേക്കാം പല പല സ്ഥലത്തുമായിട്ട്. പെട്ടെന്ന് അദ്ദേഹം മരിച്ചു പോയ ടൈമിൽ ഇൻകം നിന്നു, ലിക്വിഡിറ്റി മൊത്തം നിന്നു. ഇവർക്ക് മക്കൾക്കുള്ള ഫീസ് കൊടുക്കാൻ പോലും കാശില്ല, കാരണം എല്ലാം ലാൻഡായിട്ടിരിക്കണത്. ഇവർക്കാണെങ്കിൽ ലാൻഡ് വിൽക്കാനായിട്ട് മനസ്സിൽ നിന്ന് പറ്റുന്നില്ല, കാരണം എൻ്റെ ഹസ്ബൻഡ് കഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. എന്നിട്ട് അത് വിൽക്കാൻ പറയുന്ന ടൈമിൽ വലിയ ലാൻഡ് വിൽക്കാനും പറ്റുന്നില്ല. അതെ, വലിയ പീസസ്. ഇത്ര സ്വത്തുണ്ടായിട്ട് കടത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീനെ ഞാൻ കണ്ടു, വളരെ വിഷമായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ലാൻഡിൽ നമുക്ക് കാണണ്ട. അപ്പോൾ ഇതിനെല്ലാത്തിനൊരു ബാലൻസ് വേണം. ഇപ്പോൾ നമ്മൾ ഈ എമർജൻസി ഫണ്ടും കാര്യങ്ങളൊക്കെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കണം അടുത്ത 3 വർഷത്തിനുള്ളിൽ എത്ര രൂപ കാശ് വരുന്നുള്ളത്. അങ്ങനത്തെ പൈസ FD പ്ലസ് പെട്ടെന്ന് വിൽക്കാൻ പറ്റേണ്ടതിൽ വെക്കണം. ഇനി 5 കൊല്ലത്തിന് മുകളിലുള്ളതാണ് ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒട്ടും പെട്ടെന്ന് വിൽക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് അസറ്റ്സിലേക്ക് പോകേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ എല്ലാത്തിൻ്റെ സ്വഭാവം അതിന് ഇഷ്ടപ്പെട്ടതാണ്. ലാൻഡിൻ്റെ സ്വഭാവം അങ്ങനെ, ഗോൾഡിൻ്റെ സ്വഭാവം അങ്ങനെ, സിൽവറിൻ്റെ സ്വഭാവം ഇങ്ങനെ, ഇക്വിറ്റിയുടെ സ്വഭാവം ഇങ്ങനെ. നമ്മുടെ ആവശ്യം എന്താ, അതനുസരിച്ചിട്ട് നമ്മൾ എത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇത് പലരും വിചാരിക്കും ഇതെല്ലാം ഒന്നല്ലേന്ന്. ഇപ്പം ഒരു ഡോക്ടറെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അസുഖം വന്ന ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ പാരസിറ്റമോൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ മെഡിസിൻ ഉണ്ട്, അത് കഴിച്ചാൽ മതി. മെഡിക്കൽ ഷോപ്പിൽ പോയി അത് വാങ്ങി കഴിച്ചാൽ മതി. പക്ഷേ നമുക്കുള്ള പനി ആ പാരസിറ്റമോൾ നിൽക്കുമോ? അതിൻ്റെ കോസ് അറിയണമല്ലോ. ഇതിനാണ് ശരിക്കും ഡോക്ടറെ അടുത്ത് പോകേണ്ടത്. നിഖിലിൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ പലതും കണ്ടിട്ടുള്ള, പലപ്പോഴും നിഖിൽ പറയുന്നുണ്ട് വാട്ട് ഈസ് ദ പേർപ്പസ്. ഈ പേർപ്പസ് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനും. ഇത് ശരിക്കും ഞാൻ പെൻഡാഡിൽ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന ടൈമിൽ ഞാൻ ആകെ പറഞ്ഞിട്ടുള്ള കാര്യം ക്രിയേറ്റിംഗ് ഡിസിപ്ലിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ഓൾ, ക്രിയേറ്റിംഗ് പർപ്പസ്ഫുൾ ഇൻവെസ്റ്റേഴ്സ്, ദാറ്റ് ഈസ് ഓൺലി റീസൺ മൈ കമ്പനി സ്റ്റാൻഡ്സ്. അപ്പോൾ ഞാൻ ഓഫീസിൽ വരുന്ന ആൾക്കാരോട്, ഞാൻ ഓഫീസിൽ വരുന്ന കോൾ എടുക്കുന്ന അവരോടും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരു കോൾ കിട്ടുന്ന ടൈമിൽ നിങ്ങൾ വിചാരിക്കണം യു ആർ ഗോയിങ് ടു മേക്ക് എ ചേഞ്ച് ഇൻ ദറ്റ് പേഴ്സൺസ് ലൈഫ്. ആ രീതിയിൽ സംസാരിക്കും. നിങ്ങൾക്ക് നോളജ് വേണ്ട, ആൾ പറയണതൊന്ന് കേൾക്കൂ, എന്നിട്ട് എന്തിനാണ് വേണ്ടതെന്ന് ചോദിക്കുക, എന്താണ് വേണ്ടതെന്ന് 2 പ്രാവശ്യം ചോദിക്കുക. അപ്പോൾ ആൾ മനസ്സിലാക്കും ഇപ്പോൾ ഈ കാശ് എനിക്ക് 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിനാണ് സാർ ഈ കാശ് ഇൻവെസ്റ്റ് ചെയ്യണത്, എത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൾക്ക് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ കാശ് എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു വീഡിയോ കൊണ്ട് മോട്ടിവേഷനിലായിരിക്കും പുള്ളി വന്നേക്കുന്നത്. അപ്പോൾ പുള്ളി പറയും എനിക്ക് ഈ കാശ് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോഴാണ് ആലോചിക്കുന്നത് എൻ്റെ മോളുണ്ട്, എനിക്ക് അവൾക്ക് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എൻ്റെ മോനുണ്ട്, എനിക്ക് അവന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി വി നോ ദ പാത്ത്. ദാറ്റ് മീൻസ് ഓക്കെ, മോൾക്ക് എത്ര വയസ്സായി? 3 വയസ്സുള്ളൂ. മോൾക്ക് 17ാമത്തെ വയസ്സിൽ കാശ് പോരെ. ദാറ്റ് മീൻസ് ഇറ്റ്സ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. റൈറ്റ്. സോ ദെൻ വി ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്സ് ഇക്വിറ്റി ഓർ എ ഡെറ്റ് ഓർ എനിത്തിങ്. അല്ലെങ്കിൽ പറയണം എനിക്ക് അടുത്ത കൊല്ലം എൻ്റെ ഭാര്യനെ ട്രിപ്പിന് കൊണ്ടുപോകണം. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇത് ഞാനിത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ That also brings me to the wrapping up question before the game. ഒരു ചെറിയ ഗെയിം കളിക്കാം. As to നമ്മളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ചൂസ് ചെയ്യുകയാണെങ്കിൽ, എത്തിക്കലി ആൻഡ് ഇൻ ടേംസ് ഓഫ് ക്വാളിഫിക്കേഷൻസ് നമ്മുടെ മനസ്സിൽ വെക്കേണ്ട 3 കാര്യങ്ങൾ എന്താണ്? ആദ്യം നിങ്ങളുടെ പ്രശ്നം പറയാം. ആ പ്രശ്നം ആൾക്ക് മനസ്സിലാവേണ്ടെന്ന് വയ്ക്കുക. ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്യാൻ ഹി ലിസൺ ടു യു. ഇതാണ് ഏറ്റവും വലിയ കാര്യം. പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ എന്തായിട്ടും കാര്യമില്ല. ഞാൻ ഒത്തിരി വേണ്ട ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെല്ലാം ഞാൻ കണ്ടു. ഈ പറഞ്ഞ കോഴ്സുകളും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണത്തിനെ പരീക്ഷ എഴുതിയിട്ടില്ല. എനിക്ക് വേണ്ടത് പഠിച്ചിട്ട് ഞാൻ നിർത്തിയിട്ടുള്ള മനുഷ്യനാണ്. കാരണം എനിക്ക് പരീക്ഷ എഴുതി പാസ്സാകാനുള്ള കഴിവില്ല. അതിൻ്റെ കാര്യമാണ്, അല്ലാണ്ട് വേറെ അതല്ല. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ്. പക്ഷേ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ നമ്മുടെ നീഡ് മനസ്സിലാക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് വേണം. ഇപ്പോൾ പലപ്പോഴും എനിക്ക് ഓഫീസിൽ വരുന്ന എല്ലാവരെയും ഞാൻ മീറ്റ് ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ ടീമിനെ മീറ്റ് ചെയ്തിട്ട് അവരൊരു ട്രിഗർ പോയിൻ്റ് വരുന്ന ടൈമിൽ എന്നോട് ചോദിക്കും. പക്ഷേ പലപ്പോഴും എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ഈ ആൾക്കാരുടെ ആ പെയിൻ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരാളെയും കാണണ്ട. അപ്പോൾ അതാണ് ഞാനിപ്പോഴും എൻ്റെ ടീമിനെ പഠിപ്പിക്കാറുള്ളൂ. ഇവൻ വലിയ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാവരോടും ഞാനിത് പറയുമ്പോൾ ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ചിന്തിക്കേണ്ടതെന്ന്. ഇവർ ഒരേ സാധനം എടുത്തിട്ട് 25 പേജിൻ്റെയും 30 പേജിൻ്റെയൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കും ക്ലയൻസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് അനുസരിച്ചിട്ട്. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞാൽ ഈ ക്ലയൻസിന് മനസ്സിലാവുമോ 25 പേജ് വായിച്ചിട്ട്? ഞാൻ പറഞ്ഞാൽ ക്യാൻ വി മേക്ക് ഇറ്റ് 1 പേജർ ടെല്ലിങ് ദാറ്റ് ദിസ് ഈസ് യുവർ റോഡ് അഹെഡ്. ഇത് പറഞ്ഞു കൊടുക്കുക രണ്ടാമത്തെ കാര്യം. ഇനി ഇപ്പോൾ അത് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് മാസം ചിലപ്പോൾ ഒരു ഇത്ര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ഷേ എൻ്റെ അടുത്ത് 25,000 രൂപ. സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ആൻഡ് വൺസ് യു സ്റ്റാർട്ട് ദാറ്റ് യു നോ വാട്ട്സ് എ ഗ്യാപ്പ്. ആ ഗ്യാപ്പ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ജേണി. ആൻഡ് കടമെടുക്കാതിരിക്കുക. കടമെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ നമ്മൾ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടുകയാണ്. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇങ്ങോട്ട് കിട്ടുകയാണ്. അപ്പോൾ കടവും ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിലുള്ള കുഴപ്പം വെച്ചാൽ കടത്തിൻ്റെ ഭാഗത്തിൻ്റെ 8% അങ്ങോട്ട് കൊടുത്തു, റിട്ടേണിൽ നിന്ന് കിട്ടുന്നത് 10% ആണെങ്കിൽ 2% നമ്മുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ എന്തിനാ നമുക്കൊരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വാങ്ങണം തീരുമാനിക്കണത്? നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വാങ്ങിയാൽ പോരെ.
അങ്ങനെ ഒരു ക്ഷമ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും. അതോടൊപ്പം നമ്മുടെ ഫാമിലിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ. കാരണം നമ്മുടെ അഭാവത്തിൽ ഈ സ്വത്ത് എല്ലാവരും ചെന്ന് പെടേണ്ടത് ആർക്കാണെന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ബില്ല് കറക്റ്റായിട്ട് വയ്ക്കുക. ഇതെല്ലാവരും ഒരു ഫിനാൻഷ്യൽ പ്ലാനർ കൃത്യമായിട്ട് നിങ്ങളൊപ്പം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്തു തരും. ഇപ്പം എന്നോട് പലരോട് ചോദിക്കാറുണ്ട്, നമ്മുടെ ഓഫീസിലൊക്കെ വിളിച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ പറയും ഞങ്ങൾ അയൽവക്കത്തുള്ള ഏജൻറ്റിനായിട്ടേ ചെയ്യുള്ളൂ, അയാൾക്കൊരു സഹായമല്ലേ. പക്ഷേ ആൾക്ക് കഴിവില്ലാന്ന് വെച്ചിട്ടല്ലേ നമ്മളെ വിളിച്ചത്. And do you think that person can give a correct information? If you think, you shouldn't call us. കാരണം ആൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവിടെ തന്നെ പിന്നെ നമ്മൾ ആരും വിളിക്കേണ്ട കാര്യമില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് ഇറ്റ്സ് എ യൂണീക്ക് ബിസിനസ്. ഇറ്റ് ഈസ് നമുക്ക് കുറേ എല്ലാവരും നമുക്ക് ഇപ്പം ഞാനിപ്പോൾ പറയണമെങ്കിൽ ഇതെല്ലാം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇത്രയധികം ക്ലയൻറ്റ്സ് കൂടുമ്പോൾ നമുക്ക് എല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വി ഹാവ് എ സിസ്റ്റം ടു റെക്കോർഡ് എവറിത്തിങ് ആൻഡ് കം ബാക്ക് ആൻഡ് റീഡു ദിസ്. ഈവൻ എല്ലാ 6 മാസം കൂടുമ്പോഴും ഇൻഡിവിജ്വൽസിൻ്റെ സ്വഭാവങ്ങൾ മാറിയിരിക്കും, ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. That is very interesting. Anyway, Nikhil, we have to do an extensive series on money itself. കാരണം പൈസയെക്കുറിച്ച് വളരെ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആളാണ് ഞാൻ. ഇനിയും there are lots of things to cover. The tip of the iceberg എന്ന് പറയുന്ന മാതിരിയാണ്. കാരണം ലോൺസിൻ്റെ കാര്യം സംസാരിക്കാനുണ്ട്, നമ്മുടെ ഈ NRI ഇക്കോണമി എങ്ങനെയാണ് നമ്മുടെ കേരളത്തിനെ ബാധിക്കുന്നതും അത് നമ്മളുടെ സൈക്കിയെ എങ്ങനെയാണ് ബാധിക്കുന്നതും ഒക്കെ ഉണ്ട്. ബട്ട് അതിലേക്കൊക്കെ പിന്നീട് കടക്കാം. ഇപ്പോൾ ഒരു ചെറിയ ഗെയിം കളിച്ചിട്ട് and we'll wrap up the show. Yeah, cool. Just pull a card and ആ കാർഡിൽ നിന്ന് whatever thought comes to your mind. Okay. It's from my friend Vanessa. Okay. Time will tell. ഓക്കെ. അത് ഭയങ്കര എൻ്റെ മനസ്സിൽ തോന്നുന്നത് സമയം ഉറപ്പായിട്ട്. കാരണം എനിക്ക് പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അതിപ്പോൾ എനിക്കൊരു 40 സ്ട്രൈക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ തിങ്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഹാപ്പിനെസ്സിൽ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, നമ്മുടെ എൻജോയ്മെൻറ്റിൽ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കുറേ വ്യത്യാസമുണ്ട്. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ലതായാലും ചീത്തയായാലും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നും എനിക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യപ്പെട്ടതെന്ന് പറയാനില്ല. കുറച്ചുകൾ ഞാൻ മാറും. എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ. നെവർ എവർ ഒരിക്കലും ഞാൻ ചെയ്യില്ലാത്ത കാര്യം. നെവർ എവർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ നുണ പറയില്ലെന്നായിരിക്കും. അതായിരിക്കും എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ തന്നെ ഒരു സെൽഫിഷ് കാര്യം കൊണ്ടായിരിക്കും. കാരണം നുണ പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ഓർത്തു വയ്ക്കണ്ട. അതുപോലെ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ നുണ പറയാണ്ടിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഏറ്റവും രസമുള്ളൊരു കാര്യം. ഞാൻ മോളോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യം. അപ്പോൾ മോളെന്നോടും ചില ടൈമിൽ ഐ എം കവറിങ് മൈ ഇമോഷൻ എന്ന് പറയും. ഞാൻ പറഞ്ഞു ഡോണ്ട് കവർ, യു സേ വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ്. അപ്പോൾ ഇവൻ ഞാൻ സിത്തുവിനായിട്ട് ചിലപ്പോഴും തല്ലുപിടിക്കാൻ പറയും, ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ നുണ പറയുന്നത് മാത്രം പറയരുത്. Absolutely not. ഇത് തന്നെ absolutely not. ഭയങ്കര സ്പീഡാണല്ലോ കാർഡ് എടുക്കുന്നതിന്. സ്കേഡ്. ഞാനെന്ത് സ്കേഡായിട്ട് എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ടോ? ഞാനെപ്പോഴും പേടിക്കണ കാര്യം ഓരോരോ കാര്യം. എനിക്ക് എല്ലാവർക്കും ഉണ്ടാവും. ചിലപ്പോൾ ധനിക്കുണ്ടാവാൻ ചാൻസുണ്ട്. എനിക്ക് ചില ടൈമിൽ എപ്പോഴും സ്വപ്നം കാണും. എൻ്റെ അടുത്ത ദിവസം എൻ്റെ MBA എക്സാമാണ് അല്ലെങ്കിൽ 10ാം ക്ലാസ് എക്സാമാണ്. ഞാനൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഞാനൊന്ന് ആലോചിക്കും, അയ്യോ എനിക്ക് സർട്ടിഫിക്കറ്റൊക്കെ അവിടെ ഉണ്ടോ, അപ്പോൾ ഞാൻ ഇനി പരീക്ഷ എഴുതണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമില്ല. ഐ തിങ്ക് ആ ഒരു പേടി എനിക്ക് ഇവൻ അങ്ങനത്തെ ഒരു പേടി എനിക്ക് ഫിയർ ഓഫ് എക്സാംസ് ഉണ്ട്. എക്സാം ആ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഈ എക്സാം ഈ പറഞ്ഞ പരീക്ഷയുടെ പേടി എനിക്ക് എപ്പോഴും. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവർക്കും ഉണ്ട് അത്ര ഈ ഡ്രീം കാണുന്നത്. ആരോടെങ്കിലും ചോദിക്കണം ഇതിൻ്റെ എന്താണ് റെലവൻസ്. അല്ല എനിക്ക് അറിഞ്ഞാൽ ഇത് എനിക്കൊരു കോമൺ ഡ്രീമാണ് പലർക്കും ഉള്ളത്. ആഡ് യുവർ മസാല. ആഡ് യുവർ മസാല എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ എനിക്കറിഞ്ഞാൽ ഇത് റിലവൻ്റ് ആണെന്നുള്ളത്. പക്ഷേ കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ പണ്ടൊക്കെ കുക്ക് ചെയ്യുമ്പോൾ തേങ്ങാപ്പാൽ ഇടയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറിയൊക്കെ ഇഷ്ടു എന്ന് പറഞ്ഞ കറിയൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഫുഡ് കഴിച്ചവർക്ക് മനസ്സിലാവും എൻ്റെ കുക്കിംഗ് എന്താണെന്നുള്ളത്. പക്ഷേ അതിൽ അവസാനം നമ്മൾ ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കും, എന്നിട്ട് അവസാനം ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കും. അത് കഴിയുമ്പോൾ കറിയുടെ ടെക്സ്ചർ ഒന്ന് മാറും, കറിയുടെ ടേസ്റ്റ് മാറും, മണം മാറും.
അപ്പോൾ എനിക്കെപ്പോഴും ഉള്ള ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ കാരണം എനിക്ക് അങ്ങനെ ഒരു ലാസ്റ്റത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം ആരെങ്കിലും ലൈഫിൽ എനിക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. എനിക്ക് എൻ്റെ കുക്കിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഒരു കാര്യമുള്ളത്. So yeah, you're making your own way or a difference in others' lives, no? Not going to happen. നോട്ട് ഗോയിങ് ടു ഹാപ്പൻ അതെനിക്കില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഐ തിങ്ക് ഇറ്റ് വിൽ ഹാപ്പൻ എവറിത്തിങ്. നോട്ട് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറഞ്ഞൊരു എനിത്തിങ് ക്യാൻ ഹാപ്പൻ. Anything can happen and anything is a possibility. എനിത്തിങ് ഈസ് എ പോസിബിലിറ്റി. നമ്മളിപ്പോൾ ചില ടൈമിലൊക്കെ അല്ല ഇത് എന്താ പറയുക, ഇത് ഭയങ്കര ഒരു സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇത് ഈ നോട്ട് ഹാപ്പൺ ഇത് ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഞങ്ങൾ പണ്ട് ശബരിമലയിൽ നിന്ന് വരുന്നുണ്ട്, അച്ഛനും ഞാനും ചേട്ടനൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് ഞങ്ങളുടെ എക്സാം റിസൾട്ടിൻ്റെ ടൈമാണ്. അപ്പോൾ ചേട്ടൻ ഇത്തിരി പഠിക്കാത്ത ടൈപ്പാണ്. അപ്പോൾ എന്നോട് അച്ഛൻ ചോദിക്കണം, അച്ഛൻ ഈസ് നോട്ട് വറീഡ് അബൌട്ട് മൈ റിസൾട്ട്. അപ്പോൾ ചേട്ടൻ ജയിക്കുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അയ്യപ്പം നമ്മളെ കൈ വിടൂല അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ എന്നോട് പറയണം. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ല അച്ഛാ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല അമ്മ പോകുന്നുള്ളൂ, അത് നമ്മുടെ ഇത് പോയി. അപ്പോൾ ഇതും ചിലപ്പോൾ കഴിക്കുന്നത് പോകും. അപ്പോൾ അച്ഛൻ എന്നെ നോക്കിയിട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഹി ഡിഡ്ന്റ് സേ എനിത്തിങ്, ഹി ലുക്ക്ഡ് അറ്റ് മീ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ബിലീഫ് എന്നുമുണ്ട്. ഇപ്പോൾ മാർക്കറ്റിലായാലും നമ്മൾ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്കൊരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്ര വലിയ അഹങ്കാരം ഉണ്ടാവില്ല. കാരണം എനിക്കറിയാം ഇൻവെസ്റ്റ് ചെയ്യണം ചിലപ്പോൾ 50% നാളെ പോകുന്നുള്ളത്. അപ്പോൾ ആ പ്ലാൻ ആ റിയാലിറ്റി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മുടെ അഡ്വൈസ് ചെയ്തേക്കുന്നത് കറക്റ്റാണെന്ന് പറഞ്ഞിട്ട് നാളെ തെറ്റാവാം, അതനുസരിച്ച് നമ്മൾ കോപ്പി ചെയ്യാന്നേ ഉള്ളൂ. ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ഉണ്ടാവും. ജസ്റ്റ് കോപ്പ് വിത്ത് ഇറ്റ്. താങ്ക്സ് സോ മച്ച് നിഖിൽ ഫോർ കമ്മിങ് ഓൺ ടു ദി ഷോ. ഇറ്റ് വാസ് ലവ്ലി ടോക്കിംഗ് ടു യു. സോ നിഖിൽ, ഇപ്പോഴും എനിക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ ഇനിയും കവർ ചെയ്യാനുണ്ട്. ആൻഡ് ഐ ഹാവ് നോട്ട് റിയലി കവേർഡ് എ ലോട്ട് ഓഫ് ടോപ്പിക്സ്. പക്ഷേ ഐ കീപ് ദാറ്റ് ഫോർ ലേറ്റർ ഫോർ അവർ നെക്സ്റ്റ് കോൺവെർസേഷൻ. താങ്ക്സ് സോ മച്ച് ഫോർ കമ്മിങ്. ഒത്തിരി തിരക്കാണെന്ന് അറിയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു ഷോയിൽ എനിക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടായത് വളരെ സന്തോഷം. ആൻഡ് ഞാൻ ഒത്തിരി പ്രാവശ്യം ധന്യയുടെ ഷോസൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് എങ്ങനെ ഇത്ര എനർജിയിൽ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളത്. സോ യാ, താങ്ക് യു. Thanks so much. Thank you.